എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സ്പോട്ട് അഡ്മിഷന് ഓഗസ്റ്റ് മാസം 10 വരെ അപേക്ഷിക്കാം. ന്യൂ രജിസ്ട്രേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ എഡിറ്റിംഗ് ഇപ്പോൾ അപേക്ഷിക്കാം. വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ അടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കട്ട പറക്കട്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സ്പോട്ട് അഡ്മിഷന് ഓഗസ്റ്റ് മാസം 10 വരെ അപേക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് admission.uoc.ac.in എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം. സ്പോട്ട് അഡ്മിഷൻ ഓഗസ്റ്റ് മാസം 10 വരെയാണ് ഇതിനായുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സമയം യൂണിവേഴ്സിറ്റി അനുവദിച്ചിരിക്കുന്നത്. പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു, ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ എഡിറ്റിംഗ് സാധ്യമാണോ, ആർക്കൊക്കെയാണ് സ്പോട്ട് അഡ്മിഷന് അപേക്ഷിക്കാൻ സാധിക്കുക എന്നൊക്കെ നിരവധി വിദ്യാർത്ഥികൾ നമ്മളോട് കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിച്ചിട്ടും അലോട്ട്മെൻറ്റ് കിട്ടാതെ പോയവർ, അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികൾ. ഒന്ന്, മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിലും, അതുപോലെ തന്നെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും അപേക്ഷ സമർപ്പിച്ചിട്ടും അഡ്മിഷൻ ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾ, അലോട്ട്മെൻറ്റ് നിങ്ങൾ കൊടുത്തിരുന്നു പക്ഷേ എന്തില്ല, അഡ്മിഷൻ ലഭിക്കാതെ പോയ വിദ്യാർത്ഥികളും, പിന്നെ അതുപോലെ തന്നെ മറ്റേ റീവാലുവേഷനും മറ്റ് കാര്യങ്ങളൊക്കെ കാരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതെ പോയൊരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണെങ്കിൽ നിങ്ങൾക്കും ഇപ്പോൾ അപേക്ഷിക്കാനുള്ള ലിങ്ക് യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷിച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമുള്ള കോളേജുകളും കോഴ്സുകളും ഓൺലൈനായി സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കോളേജുകളും കോഴ്സുകളും ഓൺലൈനായി സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ അന്തിമമായി സമർപ്പിക്കണം. ശേഷം യൂണിവേഴ്സിറ്റി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ അഡ്മിഷനായി കോളേജുകാർ ഫോൺ മുഖേന ബന്ധപ്പെടുകയുമാണ് ചെയ്യുന്നത്. നിങ്ങൾ അപേക്ഷ കൊടുത്തിരിക്കുന്നതിനുള്ള നിങ്ങളുടെ ഫോൺ നമ്പറിൽ കോളേജുകാർ നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യതയുണ്ടെങ്കിൽ കോളേജുകാർ നിങ്ങളെ ഫോൺ മുഖേന ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓഗസ്റ്റ് മാസം 10 തീയതി വരെയാണ് പ്രിയ വിദ്യാർത്ഥിനികൾക്ക് ഇതിനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതെ പോയവർക്ക് admission.uoc.ac.in എന്ന വെബ്സൈറ്റ് വഴി ന്യൂ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലോഗിൻ, നിങ്ങളുടെ ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റി കീ നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്തായാലും ഓഗസ്റ്റ് മാസം 10 തീയതി വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും ഈ അവസരം പാഴാക്കരുത്. തീർച്ചയായും അപ്ലൈ ചെയ്യുക. സ്പോട്ട് അഡ്മിഷന് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് സ്പോട്ട് അഡ്മിഷൻ. കാരണം ഗവൺമെൻറ് കോളേജിൽ, ഇപ്പോൾ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ല, കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ്, എനിക്ക് സ്പോട്ട് അഡ്മിഷനിലാണ് ഗവൺമെൻറ് കോളേജ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ സ്പോട്ട് അഡ്മിഷന് ഒരു നല്ലൊരു ഉണ്ടോ, സ്പോട്ട് അഡ്മിഷന് പ്രാധാന്യമുണ്ടോ, സ്പോട്ട് അഡ്മിഷനിൽ കൊടുത്താൽ കിട്ടുമോ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടും എന്നതിന് ഉദാഹരണം. കാരണം ഞാൻ മറ്റൊരാളുടെ അനുഭവമല്ല പറഞ്ഞത്, എൻ്റെ സ്വന്തം അനുഭവമാണ് പറഞ്ഞത്. എനിക്ക് സ്പോട്ട് അഡ്മിഷൻ ഗവൺമെൻറ് കോളേജ് കിട്ടിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ സ്പോട്ട് അഡ്മിഷന് ഒരു നല്ലൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ എന്തായാലും ഓഗസ്റ്റ് മാസം 10 വൈകിട്ട് 5 മണി വരെ അപേക്ഷ സമർപ്പിക്കുക. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തവർ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റിംഗ്, മറ്റ് കറക്ഷൻസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിനെല്ലാം ഉള്ള അവസരം ഓഗസ്റ്റ് മാസം 10 വൈകിട്ട് 5 മണി വരെ ഇതിനുള്ള അവസരം ഉണ്ട് എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. തീർച്ചയായും വിദ്യാർത്ഥിനികൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ 27,000 സബ്സ്ക്രൈബേഴ്സ് എന്ന കൗണ്ടിലേക്ക് എത്താൻ ഇനി 19 സബ്സ്ക്രൈബേഴ്സാണ് ആവശ്യം. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കുക. നിങ്ങൾക്ക് ഇനിയും കൂടുതൽ അറിയിപ്പുകളും വിദ്യാഭ്യാസപരമായ അപ്ഡേറ്റുകളും തീർച്ചയായും ഈ ചാനലിലൂടെ ലഭിക്കും. ഡിഗ്രി പഠന കാലയളവിലുള്ള നിങ്ങൾക്ക് പരീക്ഷകൾ, റിസൾട്ടുകൾ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും തീർച്ചയായും അറിയിക്കും. അപ്പോൾ പുതിയൊരു കാണുന്നവരെ, മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്കിൽ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.